നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റായിട്ടുള്ള കിം ജോങ് ഉന്നുമായിട്ടുള്ള ചിത്രമാണ്. 2019 ചിത്രമാണ്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധവുമായിട്ട് ഈ ചിത്രത്തിന് വളരെ ശക്തമായ ബന്ധമുണ്ട്. അതായത് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ദക്ഷിണ കൊറിയ അമേരിക്കയെ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷിണ കൊറിയയുമായിട്ടുള്ള സൈനികാഭ്യാസം വെട്ടിച്ചുരുക്കി എന്ന തീരുമാനം എടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ളൊരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ്. ആ രീതിയിൽ ഈ ചിത്രത്തെ വളരെയധികം രാജ്യാന്തര പ്രാധാന്യമുള്ള ഒരു ചിത്രമായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം കണക്കിലെടുത്തിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ എടുക്കേണ്ട ഒരു അടുത്ത സ്റ്റെപ്പ് കൂടിയാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാനെയാണ് അമേരിക്ക ഈ യുദ്ധത്തെ ഒരു പരിസമാപ്തിയിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആശ്രയിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ പാകിസ്ഥാന് ഈ കാര്യം തന്നെ ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ ആശ്രയിക്കുവാൻ പോകുന്നത് ഉത്തര കൊറിയയാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് പാകിസ്ഥാന് പകരം അമേരിക്ക ഉത്തര കൊറിയയെ സഹായത്തിന് വിളിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ദക്ഷിണ കൊറിയയെ ഇത് അപകടത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നിരന്തരം ദക്ഷിണ കൊറിയയ്ക്ക് നേരെ ആണവായുധ ഭീഷണി നടത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. അത്തരത്തിലുള്ളൊരു ഭീഷണി നിലനിൽക്കുകയാണ്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങൾ അമേരിക്കയും ദക്ഷിണ കൊറിയയുമായിട്ട് ചേർന്ന് നടത്തുന്നത്. ഇതാണ് ഇപ്പോൾ അമേരിക്ക വെട്ടിച്ചുരുക്കുവാൻ വേണ്ടിയിട്ട് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭീമമായ ചെലവ് വഹിക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇതിന് വലിയ താല്പര്യമില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദക്ഷിണ കൊറിയയെ ഭീഷണിപ്പെടുത്തുക തന്നെയാണ്. അതോടൊപ്പം ഉത്തര കൊറിയയെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമാധാന ശ്രമത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഉത്തര കൊറിയയും റഷ്യയുമാണ് ഇറാനെ സഹായിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയോട് അമേരിക്കയ്ക്ക് നേരിട്ട് സഹായം അഭ്യർത്ഥിക്കാൻ പറ്റില്ല, ചൈനയോടും സഹായം അഭ്യർത്ഥിക്കാൻ പറ്റില്ല. ചൈന നേരത്തെ തന്നെ അമേരിക്കയെ അപമാനിച്ചയക്കുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപ് ചൈനയിൽ എത്തിയപ്പോൾ ഷീ ജിൻപിങ്ങും അതോടൊപ്പം തന്നെ ട്രംപുമായി ഇരുന്ന് ചർച്ച ചെയ്യുന്ന വേദിയിൽ തന്നെ ട്രംപിൻ്റെ കസേര ഒരല്പം താഴെയും ഷീ ജിൻപിങ്ങിൻ്റെ കസേര കുറച്ച് മുകളിലുമായിട്ട് ഇരുത്തിയാണ് ഈ രീതിയിൽ ഒരു കളിയാക്കുന്നത് പോലെയാണ് ചർച്ച നടത്തിയതും. അതിനുശേഷം ചൈന തുറന്നടിക്കുകയുണ്ടായി. അമേരിക്ക ഒരു വയസ്സൻ സമ്പദ് വ്യവസ്ഥയാണ്, അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്ന രീതിയിൽ വളരെ പരുഷമായിട്ടാണ് ട്രംപിന് നേരെ ഷീ ജിൻപിങ് ചില പ്രതിരോധങ്ങൾ നടത്തിയത്, ആ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയത്, അഭിപ്രായങ്ങൾ നടത്തിയതെന്ന് ആ സമയങ്ങളിൽ തന്നെ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു. അത് വരാൻ പോകുന്ന രീതിയിലുള്ള അമേരിക്കയുടെ ശക്തി ശോഷണത്തിൻ്റെയും കൂടി ഭാഗമാണ്. പുതിയ ശക്തികൾ കടന്നു വരുവാൻ പോകുന്നു. ഒരു മൾട്ടിലാറ്ററൽ ലോകത്തിലേക്ക് ലോകം ചുവടുവയ്ക്കാൻ പോകുന്നു. ആ ലോകത്തിൽ അമേരിക്കയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് അന്ന് ചൈന നൽകിയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിൽ ഉത്തര കൊറിയൻ പ്രസിഡൻ്റായിട്ടുള്ള കിം ജോങ് ഉന്നുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചിത്രം പങ്കുവച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തെ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തേണ്ടതാണ്. അതായത് ഉത്തര കൊറിയ ഒരു ആണവ ശക്തിയാണ്. ആ ആണവ ശക്തിയുമായിട്ടുള്ള ട്രംപിൻ്റെ ഒരു കൂടിച്ചേരൽ ഒരു വലിയ നിർണായക മാറ്റത്തിന് തന്നെയാണ്, ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. എന്തായാലും അതോടൊപ്പം ട്രംപ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇസ്ലാമിക് നാറ്റോയെ ട്രംപ് പിന്തുണയ്ക്കുകയാണ്. അതിൽ തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് പശ്ചിമേഷ്യയിൽ അവരവർ ആ രാജ്യങ്ങൾ തന്നെ സ്വയം പ്രതിരോധങ്ങൾ തീർക്കണം. അമേരിക്കയുടെ ഡിഫൻസ് അംബ്രലയ്ക്ക് കീഴിൽ ഈ രാജ്യങ്ങൾ ഇനി വരേണ്ടതില്ല എന്ന ഒരു സൂചനയും കൂടി അവിടെ നൽകുന്നു. തീർച്ചയായിട്ടും അമേരിക്ക ഒരു ശക്തമായ സ്റ്റെപ്പ് തന്നെയാണ് ഇതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാന് കാര്യമായ രീതിയിൽ അമേരിക്കയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ പറയുന്നത് അന്താരാഷ്ട്ര സമൂഹം ചെവിക്കൊള്ളണം എന്നില്ല. കാരണം ഒരു ഭീകരവാദ രാജ്യമാണ്. അമേരിക്കയുടെ ഇൻ്റലിജൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് 13ഓളം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകളുള്ള രാജ്യമാണ്
പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ്. അതോടൊപ്പം തന്നെ അസിം മുനീറിന് നേരിട്ട് ഇറാൻ്റെ ഈ IRGCയുമായിട്ട് സഹകരണമുള്ള സ്ഥിതിക്ക് ഒരു കാരണവശാലും പാകിസ്ഥാനെ ഇതിലേക്ക് ഉൾപ്പെടുത്തരുത് എന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാനും പാകിസ്ഥാനെ വലിയ ബഹുമാനമൊന്നുമില്ല. അസിം മുനീറുമായിട്ട് നേരിട്ടൊരു ബിസിനസ് ഉടമ്പടികൾ ഈ IRGCക്ക് രഹസ്യമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചെറിയ സഹകരണങ്ങൾ ഉണ്ട് എന്നതിനപ്പുറം ഒരു രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനോട് വലിയ കൂറൊന്നും ഇറാന് പോലും ഇല്ല എന്നുള്ളതാണ്. ഇറാൻ തന്നെ ഈ യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങൾ ആക്രമിക്കുകയുണ്ടായി, ബലൂചിസ്ഥാൻ ആക്രമിച്ചു. ആ ഒരു രീതിയിൽ പാകിസ്ഥാനോട് ഒരു രീതിയിലുള്ള ബഹുമാനവും ഒരു രാജ്യത്തിനുമില്ല. അത്തരമൊരു രാജ്യം പറയുന്ന കാര്യങ്ങൾ മറ്റു രാജ്യങ്ങൾ കേൾക്കണം എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതാവഹമായ കാര്യമാണ്. ഇത് തന്നെയാണ് ഇസ്രായേലും പറഞ്ഞത്. ആദ്യം മുതൽ തന്നെ ഇസ്രായേൽ പാകിസ്ഥാനെ അകറ്റി നിർത്തുന്ന ഒരു രാജ്യമാണ്. പീസ് ബോർഡിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയതിന് അതിശക്തമായ എതിർപ്പാണ് ഇസ്രായേൽ രേഖപ്പെടുത്തിയത്. കാരണം ഹമാസുമായി നേരിട്ട് ബന്ധമുള്ള രാജ്യമാണ്. ഹമാസിൻ്റെ പ്രതിനിധികൾ പാകിസ്ഥാനിലേക്ക് എത്താറുണ്ട്. ഈ ഭീകരവാദ രാജ്യമാണ് നേരിട്ട് പാലസ്തീനിലേക്ക് കടക്കുകയും അവിടെ ഹമാസിനെ മാറ്റി നിർത്തിയതിന് ശേഷം അവിടെ സമാധാന ശ്രമത്തിൻ്റെ പീസ് ബോർഡിൻ്റെ ഭാഗമാക്കി മാറുന്നതുമൊക്കെ. ഇത് മറ്റൊരു ഭീകരവാദ സംഘടനകൾക്ക് രൂപം കൊള്ളുകയും മറ്റൊരു ഭീകരവാദ നയം പാലസ്തീനകത്ത് സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കും ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തുകയുള്ളൂ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഇസ്രായേലിനുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പാകിസ്ഥാനെ പൂർണ്ണമായും എല്ലാ രാജ്യങ്ങളും തള്ളിക്കളയുന്നു. ആ അവിടെയാണ് ഉത്തര കൊറിയൻ പ്രസിഡൻ്റായ കിം ജോങ് ഉന്നിൻ്റെ ഫോട്ടോ ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവയ്ക്കുമ്പോൾ അവിടെ ഉത്തര കൊറിയ എന്ന രാജ്യം ഈ സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായി മാറുമോ എന്ന ചിലയുള്ള സംശയങ്ങൾ ഉയരുന്നത്. എന്തായാലും അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്നത് എന്നതാണ്. ഇതിനോടകം തന്നെ ഖത്തർ ഈ വിഷയത്തിൽ, അതായത് ഇറാനുമായുള്ള പ്രശ്നത്തിൽ ഖത്തർ വളരെ നേരിട്ടൊരു ശക്തമായ സ്റ്റെപ്പ് എടുക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഖത്തർ ഒരു ഇറാൻ വിമാനത്തിന് നേരെയുള്ള ആക്രമണം നടത്തിയതിൽ 2 വൈമാനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 പേരെ ഖത്തർ കൈവശം വച്ചിട്ടുണ്ടായിരുന്നു. ഖത്തർ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 3 വൈമാനികരെ വിട്ടു നൽകുകയുള്ളൂ. പക്ഷേ ഇറാൻ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഈ സംയുക്ത ആക്രമണത്തിൻ്റെ കാര്യത്തിൽ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ കാര്യത്തിലൊന്നും ഇറാൻ വഴങ്ങിക്കൊടുക്കുവാൻ തയ്യാറല്ല എന്നുള്ളതാണ്. നിരവധി ആൾക്കാരെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അവിടെയാണ് ഒരു അണ്വായുധം കൈവശം വച്ചിട്ടുള്ള നോർത്ത് കൊറിയയുടെ പിന്തുണ അമേരിക്ക തേടുന്നത്. ആ രീതിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഒരു അണവായുധ രാജ്യമാണ് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ അണവായുധം അമേരിക്കയുടെ അണവായുധം തന്നെയാണ്. അമേരിക്ക വിചാരിച്ചാൽ മാത്രമേ ഇത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റൂ. അതുമാത്രമല്ല, പാകിസ്ഥാൻ്റെ ഈ ഭീകരവാദ സ്റ്റാറ്റസ് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കില്ല. അവിടെ ഉത്തര കൊറിയയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് എന്ന് ട്രംപ് വിശ്വസിക്കുന്നു. അത് എത്ര കണ്ട് ഫലവത്താകും എന്നുള്ളത് വരും സമയത്ത് മാത്രമേ അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്തായാലും ട്രംപ് തൻ്റെ തലയിൽ നിന്ന് ഈ പശ്ചിമേഷ്യൻ ബാധ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് പിന്നീട് വഴിതെളിക്കാൻ പോകുന്നത് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തന്നെയാണ് വഷളാകാൻ പോകുന്നത്. ഇത് കണ്ട് തന്നെ അറിയണം എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത് എന്ന്.